സംഘപരിവാർ ബാന്ധവത്തിൽ മലക്കം മറിഞ്ഞ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. BJP-ക്കൊപ്പമാണെങ്കിൽ മൂന്നാം മുന്നണിയുടെ ആവശ്യമില്ല. ആരോപണങ്ങൾ കൊണ്ടൊന്നും താൻ തളരില്ലെന്നും വെള്ളാപ്പള്ളി തനിക്കെതിരായ VS അച്യുതാനന്ദന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് ഇന്ന് വെള്ളാപ്പള്ളി VS അച്യുതാനന്ദനെതിരെ പറഞ്ഞത്? പ്രധാനമായിട്ടും VS-ന്റെ ആരോപണങ്ങൾ അദ്ദേഹം പുച്ഛിച്ചു തള്ളുന്നു. VS തന്നോടുള്ള ഒരു എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈഴവ മുന്നേറ്റ ഐക്യം തുടങ്ങിയ ഒരു BJP ലൈനിലുള്ള സംസാരമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ഇന്നൊരു മാറ്റം വന്നിരിക്കുന്നു. ഒരു മത കൂട്ടായ്മയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സമത്വ മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞ് ഈ വരുന്ന 23-ാം തീയതി കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്നും യാത്ര തിരിക്കുന്നത്. ഇത് 5-ാം തീയതി ഡിസംബർ 5-ാം തീയതി തിരുവനന്തപുരത്തെത്തും. അപ്പോഴായിരിക്കും താൻ ഒരു രാഷ്ട്രീയ കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യാത്ര നയിക്കുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ യൂണിയനുകളുടെ ഭാഗത്തു നിന്നും SNDPയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നിർദ്ദേശം വന്നാൽ താൻ തന്നെ ആയിരിക്കും യാത്ര നയിക്കുക എന്നാണ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം തന്നെ ഈ യാത്ര നയിക്കുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ SNDPയുടെ ഷാജി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. തള്ളിയ കാര്യങ്ങളാണ്. ആ തള്ളിയ കാര്യങ്ങൾക്ക് ഇപ്പൊ VS മറുപടി പറയേണ്ട കാര്യം എനിക്കൊന്നുമില്ല. അത് അവജ്ഞയോടുകൂടി തള്ളുകയാണ്. ആറ്റിങ്ങൽ കോടതി, അതുപോലെ വിജിലൻസ് കോടതി, ഈ 2 കോടതിയിൽ നിന്ന് മാസങ്ങളെ ആയുള്ളൂ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി കോടതി ആരോപണങ്ങളെല്ലാം തള്ളി വിധിയായിട്ടുണ്ട്. തീർച്ചയായും ഷാജഹാനിലേക്ക്, അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്നും VS അച്യുതാനന്ദൻ ദേശാഭിമാനിയിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞ് അടയ്ക്കാൻ ശ്രമിക്കുന്നു കാര്യങ്ങളെ. കൃത്യമായി താൻ ഉന്നയിച്ച ആരോപണങ്ങൾ, കോഴയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് വസ്തുതാപരമായ മറുപടി വെള്ളാപ്പള്ളി നടേശൻ തരുന്നില്ല എന്ന്. അത് തന്നെയാണ് ഒരുപക്ഷെ ഒരിക്കൽ കൂടി വെള്ളാപ്പള്ളി നടേശൻ അരക്കിട്ടുറപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ VS അച്യുതാനന്ദന് മറുപടി പറഞ്ഞോ കോഴയെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കോഴയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മറിച്ച് അതിനെ ന്യായീകരിക്കാനായിട്ട് ചില മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ചില കോടതികൾ തനിക്കെതിരെ ഇത്തരത്തിൽ ഉയർന്നു വന്ന പരാതികൾ, നേരത്തെ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തെറ്റാണെന്ന് ചില കോടതികൾ ഉത്തരവുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളെ കുറിച്ചും അല്ലെ ഇത്തരത്തിലുള്ള കോഴകളെ കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റ് ചില സമുദായ സംഘടനകളുടെ സ്കൂളുകളും കോളേജുകളും, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയും അതുപോലെ മുസ്ലിം മാനേജ്മെന്റിന്റെയും സ്കൂളുകളും കോളേജുകളും ഇത്തരത്തിൽ പൈസ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിനർത്ഥം അദ്ദേഹം പണം വാങ്ങുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നും ചോദിക്കുകയുണ്ടായി. ഇതിന്റെ അർത്ഥം താൻ പണം വാങ്ങുന്നു, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഇത്തരത്തിൽ പണം വാങ്ങുന്നതിനെ കുറിച്ച് യാതൊരു പരാതിയും ആളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് VS അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ സത്യസന്ധമാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായും ഷാജി, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഫസൽ ഗഫൂർ കൂടി ചേരുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, VS അച്യുതാനന്ദൻ കോഴ വാങ്ങി എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ ഇന്നൊരു ലേഖനം എഴുതി ദേശാഭിമാനിയിൽ. ഇതിന് മറുപടിയായി വെള്ളാപ്പള്ളി പറഞ്ഞത് എല്ലാവരും വാങ്ങുന്നുണ്ട്, ന്യൂനപക്ഷ സമുദായങ്ങളുടെ പേരിലുള്ള കോളേജുകളിൽ അടക്കം ഇത്തരത്തിൽ വാങ്ങുന്നുണ്ടെന്ന്. MES-നെ അടക്കം അതിൽ ഉൾപ്പെടുമോ? ഈ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ആരും പിലാത്തോസിന്റെ മാതിരി കഴിയാൻ നോക്കണ്ട. ത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മാനേജ്മെന്റുകളും വാങ്ങുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥ നമ്മൾ കണ്ണുമറച്ചില്ല. പക്ഷെ VS ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള സമുദായങ്ങൾ വാങ്ങുന്ന കാശ് അവരുടെ കോളേജുകളിലും സ്കൂളുകളിലും കാണുന്നുണ്ട്, മനസ്സിലല്ലേ? അവർ പുതിയ പുതിയ സ്ഥാപനങ്ങൾ കെട്ടിയിട്ടുണ്ട്. അതേ മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കാശുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ആ കാശ് എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇഷ്യൂ രണ്ടാണ്. ആ കാശ് എവിടെ പോയി എന്നാണ് VS ചോദിച്ചിട്ടുള്ളത്. VS കൊടുത്ത കണക്ക് കറക്റ്റ് 100 കോടി രൂപയുടെ, അതെവിടെ പോയി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് അതിന്റെ മറുപടി. അതാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ, അതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞ മറുപടി ഇതാണ്: തൻ്റെ ട്രസ്റ്റിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കണക്കുകളെന്ന്. അതിന് VS മറുപടി പറഞ്ഞു, ട്രസ്റ്റ് എന്നാൽ മകനും ഭാര്യയും ഒക്കെ ചേരുന്ന കുടുംബാംഗങ്ങളുടേതാണ്, അങ്ങനെയല്ല, ഒരു ഓഡിറ്റിങ്ങിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് VS അച്യുതാനന്ദൻ ചോദിച്ചത്. അത് കൂടുതൽ പ്രസക്തമാവുകയാണെന്നാണോ ശ്രീ ഫസൽ ഗഫൂർ താങ്കൾ പറയുന്നത്? അതെ, കാരണം NSS-നെയും
നഗരസഭയെ MES-നെ സംബന്ധിച്ചിടത്തോളം വേറെ ട്രസ്റ്റ് ഇല്ല. SNDP-യിൽ എന്താ ചെയ്തിരിക്കുന്നത്? SNDP യോഗം വേറെ, SN ട്രസ്റ്റ് വേറെ. ഞാൻ പറഞ്ഞാൽ രണ്ട് സംഘടനയായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ ഞങ്ങളുടെ എല്ലാ സംഘടനകളിൽ ഒരൊറ്റ ഓഡിറ്റ് ഉള്ളൂ. എല്ലാ MES-ന്റെ എല്ലാ കാശും വരുന്ന ഒരൊറ്റ അക്കൗണ്ടിലാണ്, MES സെൻട്രൽ കമ്മിറ്റിയുടെ അക്കൗണ്ടിലാണ് വരുന്നത് അല്ലേ. അവിടെ പല ട്രസ്റ്റ് ഇല്ല, പല അക്കൗണ്ടുകളില്ല. ഈ VS പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ രണ്ട് തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. SN ട്രസ്റ്റിൽ വേറെ കുറെ സാധനങ്ങൾ, SNDP യോഗത്തിൽ വരുന്ന സാധനങ്ങൾ, അവ കാശ് വരുന്ന SN ട്രസ്റ്റിലോട്ടാണ് എന്നുള്ളതാണ് VS-ന്റെ ആരോപണം. അതായത് SN ട്രസ്റ്റിന്റെയും SNDP-യുടെയും പേരിൽ ഉണ്ടായ ആ ഒരു സാങ്കേതിക പ്രശ്നങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ കോഴകൾ സുരക്ഷിതമാക്കുന്നു എന്ന VS അച്യുതാനന്ദന്റെ ആരോപണം ശരിവെക്കുന്നു താങ്കളും? തീർച്ചയായിട്ടും. കാരണം നമുക്കിത് നോക്കാലോ, NSS ഇതുമായി തന്നെയാണല്ലോ. NSS-ന്റെ സകല പണവും വരുന്നത് NSS-ന്റെ ഡയറക്ടർ ബോർഡിലോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ വേറെ സംവിധാനമില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബിഷപ്പുമാരുടെ കീഴിലാണ്. അതിലും വേറെ സംവിധാനം, വേറെ ട്രസ്റ്റുകളോ കാര്യങ്ങളോ ഇല്ല. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലും അതുമായിട്ടാണ്. ഞാൻ ഈ 4 സംഘടനകളുള്ളൂ കേരളത്തിൽ പ്രബലരായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇത് 4 അപ്പൊ വിഹിതമോ അവിഹിതമായിട്ടുള്ളോ വരുന്നതായിട്ടുള്ള സംഖ്യകളെല്ലാം ഇവരുടെ അക്കൗണ്ട് ബുക്കിൽ. അതിന് വേറെ മറുപടി കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് MES-ന്റെ ബഡ്ജറ്റ് 300 കോടി രൂപയിലും അധികമാവുകയും SNDP-യുടെ ബഡ്ജറ്റ് വെറും 75 കോടിയിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നത്? SNDP-ക്കല്ലേ കൂടുതൽ കോളേജും സ്കൂളുകളുള്ളത്, MES-ന് 2 ഇരട്ടി കോളേജും സ്കൂളുണ്ടല്ലോ. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നില്ലല്ലോ. അതെന്താ കാരണം? താങ്കൾക്ക് പറയാനുള്ള ഈ കാര്യങ്ങൾ കൂടി VS അച്യുതാനന്ദൻ അടക്കമുള്ളവരോട് നൽകുമോ? ഹലോ ശ്രീ ഫസൽ ഗഫൂർ, ഓ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ 300 കോടി രൂപ MES-ന് വരുമ്പോൾ വെറും 75 കോടി മാത്രമാണ് SN ട്രസ്റ്റിന് വരുന്നത്. അല്ലല്ല, 100 കോടി രൂപ വരുന്നതല്ല പറഞ്ഞു. ബഡ്ജറ്റ് MES ബഡ്ജറ്റ് 300 കോടി രൂപയുടെ മുകളിൽ കാണിക്കുന്നു. അതേസമയം SNDP-യുടെ ബഡ്ജറ്റ് 75 കോടി രൂപ കാണിക്കുന്നു. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചു നിൽക്കുന്ന VS അച്യുതാനന്ദന് നൽകുമോ എന്നാ ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും കൈരളി ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയിലെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ്. ശരി, വളരെ നന്ദി ശ്രീ ഫസൽ ഗഫൂർ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തീർച്ചയായും ഷാജഹാനിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകുന്നു. ഷാജി, അതായത് വെള്ളാപ്പള്ളി നടേശൻ VS-നെതിരെ ഇന്നുന്നയിച്ച ആരോപണങ്ങളുടെ ഒരു ഘട്ടം കോഴയുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തെ ഘട്ടം എന്നത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും മലക്കം മറിയുന്നു എന്നുള്ളതാണ്. ഇതേ സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങളോട് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഷാജഹാൻ കേൾക്കാമോ? ഹലോ. ഷാജി, അതായത് ഒന്നാമത് കോഴയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം നമ്മൾ ഏതാണ്ട് ചർച്ച ചെയ്തു. ഇനി രണ്ടാമത്തെ ഘട്ടം, വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും മൂന്നാം മുന്നണിയെക്കുറിച്ചും സംഘപരിവാർ ബന്ധത്തെക്കുറിച്ചും ഇന്ന് എന്താണ് പറഞ്ഞത് പുതിയതായി? പ്രധാനമായിട്ടും മജിൻഷാദെ അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ ഈ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, പക്ഷേ ഇതിന് BJP ആയിട്ടോ അതോടൊപ്പം തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ആർക്ക് വേണേലും ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരുവിധ എതിർപ്പ് ഞങ്ങളോടില്ല. KM മാണി അടക്കമുള്ളവർ ഈ പാർട്ടിയിലോട്ട് വരാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം. കാരണം അസംതൃപ്തരായിട്ടുള്ള പല ഘടകകക്ഷികളും ഇന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ട്. അവരൊക്കെ തന്നെ ഞങ്ങളുടെ ഈ പുതിയ പാർട്ടിയോടൊപ്പം നിൽക്കും. അതിൽ BJP വന്നാലും അതേപോലെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അവരെ ആരെയും തള്ളിക്കളയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടാകുന്ന പാർട്ടിയെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. തീർച്ചയായും ഷാജി ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാവ് JR പത്മകുമാർ കൂടി ചേരുകയാണ്. ശ്രീ JR പത്മകുമാർ, കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു എന്നതാണോ ഉദ്ദേശിക്കേണ്ടത്? അതായത് വെള്ളാപ്പള്ളി നടേശൻ ആദ്യത്തെ ഓരോ പ്രസ്താവനകളിൽ നിന്നും ഡയലൂട്ടായി എത്തുന്നു. ഏറ്റവും കഴിഞ്ഞ ഒടുവിൽ നടന്ന പ്രസ്താവനയിൽ പറഞ്ഞു മതേതര കൂട്ടായ്മയിലേക്കാണ് നീങ്ങുന്നതെന്ന്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം ഇതാണ്, സംഘപരിവാറുമായി ഒരു ബന്ധവുമില്ല, BJP-യിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കണ്ടല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് വെള്ളാപ്പള്ളി. എങ്ങനെ പ്രതികരിക്കുന്നു BJP? ഇതില് ഒരു തെറ്റിദ്ധാരണയില്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു തെറ്റിദ്ധാരണയില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എപ്പോഴെങ്കിലും RSSന്റെ സംഘപരിവാറിൽ ഞാൻ കൂട്ടുകൂടാൻ പോകുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സംഘപരിവാറിൽ സംഘപരിവാറിലേക്ക് ഞാൻ പോകുന്നു, സംഘപരിവാറിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഉണ്ടാക്കിയ വ്യാഖ്യാനങ്ങളല്ലേ, അതിന് അദ്ദേഹം മറുപടി പറയേണ്ടത്. അദ്ദേഹം ഇന്ന് ആ പ്രസ്താവനയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, സംഘപരിവാർ എന്ന് പറഞ്ഞ സംഘടിതമായ ഒരു സുശക്തമായൊരു സംഘടനയാണ്. അതിന്റെ അകത്ത് വഴിയേ പോകുന്ന ആളുകൾക്ക് അതിനകത്ത് കയറി ചെല്ലാൻ പറ്റൂല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഉണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും എല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ്, മീഡിയകളാണ്.
അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മതേതരത്വ മുന്നണിയാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ചിന്തിക്കുമോ? ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ റൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും മതേതരത്വം എന്നുള്ള ആശയം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് ശ്രീ പത്മകുമാർ പരസ്യമായി അങ്ങനെ പറയാൻ ഒക്കൂ എന്നാണോ താങ്കൾ പറഞ്ഞത്? ഞാൻ പരസ്യവും രഹസ്യവും അല്ലല്ലോ, വളരെ വ്യക്തമായിട്ട് മതേതരത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ ചിലർ പറയുന്ന കാര്യങ്ങൾ ഒരു അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മതേതരത്വത്തിന് എതിരാണ്, ചിലർ പറയുമ്പോൾ അത് മതേതരത്വം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് മനസ്സിലാകാത്തത്. ഇപ്പൊ ജാതി ചോദിക്കരുത്, മതം പറയരുത്, ചോദിക്കരുത്, മിണ്ടരുതെന്ന് പറയുമ്പോൾ SNDPക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. ആരത് പറഞ്ഞാലും ജനാധിപത്യത്തിനും മതേതരത്തിനും വിരുദ്ധമല്ല. SNDP ജാതി പറയോ മതം പറയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വർഗീയമായും മതേതര വിരുദ്ധമായി പോകും. മറ്റുള്ളവർക്കെല്ലാം എന്ത് വേണമെങ്കിലും പറയാനുള്ള നിലപാട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. അല്ല ശ്രീ പത്മകുമാർ അപ്പോൾ ഒരു സംശയം, അതായത് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറയുന്നു സംഘപരിവാർ ചേരിയിലേക്ക് ഞാനില്ല, അല്ലെങ്കിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനൊരു മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നത് എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. പക്ഷെ എന്നിട്ടും SNDPയും വെള്ളാപ്പള്ളിയും BJP പ്രൊട്ടക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. എന്താണ് അടിപിടി? അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞത് എന്താ, ഇവിടെ ഇപ്പൊ ഇതുവരെയുള്ള ഒരു ബൈപ്പോളാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ട്രൈപ്പോളാർ രാഷ്ട്രീയം വരികയാണ്. അപ്പോൾ ട്രൈപ്പോളാർ ഒരു മൂന്നാമതൊരു ശക്തിയായി വരുമ്പോൾ അതിനുമായി യോജിക്കാൻ കഴിയുന്ന, അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന എല്ലാവരും യോജിക്കാൻ കഴിയും. അത് തന്നെയാണ്. അതായത് താങ്കൾ തന്നെ അതിലേക്ക് എത്തി. അതായത് താങ്കൾ തന്നെ പറയുന്നത് പോലെ ആ മൂന്നാം മുന്നണിയും ആ മുന്നണിയോട് യോജിക്കാൻ പറ്റുന്ന ശേഷിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഇടതുപക്ഷത്തിലും ഐക്യമുന്നണിയിലും പെടാത്ത ആരൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ BJP ആണ്. സ്വാഭാവികമായി അത്തരം വിലയിരുത്തലുകളല്ലേ ഇവിടെ ഉയർന്നത്. ഇടതുമുന്നണിയും വലതുമുന്നണിയും എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേർതിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ RSP ഇത്രയും കാലം എവിടെ നിന്നത്? ഇടതുമുന്നണിയല്ലേ. അത് കഴിഞ്ഞിട്ട് അവർ എങ്ങോട്ടാ പോയത്? കേരള കോൺഗ്രസ് കുറെ ജോസഫ് ഗ്രൂപ്പ് എവിടെയാണ് നിന്നത്? ഇപ്പൊ എവിടെയാ ചെന്ന് നിൽക്കുന്നത്? ഈ മുന്നണികൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവർക്ക് സൗകര്യം പോലെ താല്പര്യമനുസരിച്ച്, അവരുടെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച്, സംഘടനപരമായ താല്പര്യമനുസരിച്ച് എല്ലായിടത്തോട്ട് മാറും. അതുകൊണ്ട് ഇതിന് ബദലായി ഈ രണ്ട് മുന്നണികളും ഒരു മൂന്നാമതൊരു ശക്തി വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ശ്രീ പത്മകുമാർ, അതായത് മൂന്നാം മുന്നണി രൂപീകരിക്കുമ്പോൾ അതിലേക്ക് BJPക്ക് സാധ്യത തുറക്കുന്നതായി നിങ്ങൾ കാണുന്നു വെള്ളാപ്പള്ളി നടേശന്റെ, ഇതല്ലേ? മൂന്നാമത് ശക്തിയായി വരുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ ശക്തിയായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും യോജിക്കേണ്ട സംശയമില്ലല്ലോ. BJP അകറ്റി നിർത്തണമെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. BJP അകറ്റി നിർത്തണമെന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ്. ശരി, ഇത് തന്നെയാണ് വിലയിരുത്തലുകളായി ഇവിടെ നിരീക്ഷണങ്ങളായി ഉയർന്നതും. ശ്രീ JR പത്മകുമാർ, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തോട് സംഘപരിവാറുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കം പറഞ്ഞ ഏറ്റവും പുതിയ നിലപാടുകളോട് ഉള്ള പ്രതികരണമാണ് JR പത്മകുമാർ നൽകിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ